ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ്. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനം ഈശോനെ ചങ്ക് ഫ്രണ്ടായിട്ട് സ്നേഹിച്ച രണ്ടുപേരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. ഒരാളുടെ പേരാണ് ജിയാന മറിയം ജോസഫ്. ഈ കഴിഞ്ഞ 5-ാം തീയതി ഒരു റോഡ് ആക്സിഡൻറ്റിൽ പെട്ടിട്ട് ഇവർ മരിക്കുകയാണ്. 21 വയസ്സുള്ളവർക്ക്. 21 വയസ്സുള്ള നമ്മുടെ ചേച്ചി എന്ന് പറയാം. നമുക്ക് ഇവരുടെ പ്രത്യേകത എന്നറിയാമോ? ഇവരുടെ മരണത്തിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ച് കുറേ അധികം വാർത്തകൾ, കുറേ അധികം റീൽസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. കാരണം അവർ ഈശോനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ജിയന്ന ഈശോ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആക്സിഡൻ്റായിട്ട് കുറച്ച് ദിവസം ഇവർ ICUവിലും വെന്റിലേറ്ററിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ജിയയുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ വരെയായിരുന്നു. അവർ പല മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ. അവർ ഇങ്ങനെ ICUയുടെ പുറത്തിങ്ങനെ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിയയുടെ ഒരു ഫ്രണ്ട് അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ടടുത്തൊരു ആശ്രമത്തിൽ കുർബാനയ്ക്കും. അപ്പോൾ ഇവരും കൂടി കുർബാനയ്ക്ക് പങ്കെടുക്കും. ഇവർ കുർബാനയൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇവർ പോയി പങ്കെടുക്കും. അപ്പോൾ ഈ ഫ്രണ്ട് അച്ഛൻ ജിയാനയുടെ അമ്മയോട് ചോദിച്ചു, ഇവരാരാണ്, ഇവർ ഫ്രണ്ട്സ് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇത് ജിയാനയുടെ ഈശോയെ കാണാമെന്ന ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. ജിയാനയുടെ ഈശോയെ കാണാമെന്ന ഫ്രണ്ട്സ്. ജിയാന കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ അവൾ എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് അവർ പള്ളിയിൽ പോകും. എല്ലാ ദിവസം പള്ളിയിൽ പോകും. അപ്പോൾ ഇവളുടെ കൂട്ടുകാർ ഇവളോട് ചോദിക്കും, നീ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കൂടി, നീ എന്തിനാ എപ്പോഴും പള്ളിയിൽ പോകണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ജിയാൻ അവരോട് പറയുന്ന മറുപടി എന്താണെന്ന് അറിയാമോ? എൻ്റെ ഫേവറേറ്റ് പേഴ്സണെ കാണാതെ എൻ്റെ ഒരു ദിവസം ഞാൻ എങ്ങനെ തുടങ്ങും? എൻ്റെ ഫേവറേറ്റ് പേഴ്സണാണ് ജീസസ്. അപ്പോൾ ഇവൾ അപകടം പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ കൂട്ടുകാരൊക്കെ എന്തിനാ വന്നതെന്ന് അറിയാമോ? ഈ ജിയാനയുടെ ഫേവറേറ്റ് പേഴ്സണെ കാണാൻ, ജീസസിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഇനി ഇവൾക്ക് ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്തൊരു മെത്തഡോളജിയാണ്. ഇവൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാനുള്ള ബോറടിക്കുമ്പോഴേക്കും ഇവൾ ചെയ്യണ പരിപാടി എന്ന് പറയുമ്പോൾ ഇവളുടെ ലാപ്ടോപ്പിൽ ഇവൾ സ്പ്ലിറ്റ് സ്ക്രീൻ ഇടും. ഒന്ന് അവൾക്ക് പഠിക്കാനുള്ള ഒരു സ്ക്രീൻ ഇടും. അടുത്തത് ലൈവായിട്ടുള്ള ഈ ദിവ്യകാരുടെ ആരാധന ഇടും. ദിവ്യകാരുടെ ആരാധന ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് അവൾ പഠിക്കും. എന്നിട്ട് അവൾ പറയുന്നത് അപ്പോൾ അവൾക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും, കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ പതിയുമെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഈശോയെ കൂട്ടുപിടിച്ച, ഈശോയിൽ നിന്ന് പഠിച്ച, ഈശോ അറിവ് പകർന്ന ഒരു പെൺകുട്ടിയായിരുന്നു ജിയാന മറിയം ജോസഫ്. അവൾ ഇന്ന് സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈശോനെ അത്രമാത്രം അവൾ സ്നേഹിച്ചതുകൊണ്ടാണ്. എല്ലാ കാര്യം ആരംഭിക്കുന്ന ഈശോ എന്ന ദിവസം അവസാനിക്കുന്നതൊക്കെ ഈശോയിൽ നിന്നാണ് അവൾ ആരംഭിക്കുന്നത്, അവസാനിപ്പിക്കുന്നത്. വേറൊരു പെൺകുട്ടി, അവളിപ്പോൾ +2 പഠിക്കുകയാണ്. തേവരാജ് സ്കൂളിൽ അവൾ +2 പഠിക്കുകയാണ്. അവളുടെ പേരാണ് ട്വിങ്കിൾ എന്ന ആളുടെ പേര്. ഈ ട്വിങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ട്വിങ്കിൾ ചെസ്സ് കളിക്കും നന്നായിട്ട്. ചെസ്സ് കളിക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിൽ നിന്ന് കളിക്കുന്ന കളിയല്ല കേട്ടോ. അവൾ ഈ കഴിഞ്ഞ വർഷം, ഈ 2026 ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾക്ക് 3 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നത്. Under-19, Under-17, Under-8 അവൾക്ക് കിട്ടി. പിന്നെ നാഷണൽ, പിന്നെ ഇൻ്റർനാഷണൽ, ഇതിലൊക്കെ മത്സരിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവള് ചെസ്സ് പഠിച്ചിട്ടുണ്ടോ? പ്രൊഫഷണൽ ചെസ്സ് പഠിച്ചിട്ടില്ല. ഇവള് 3-4 വയസ്സ് തൊട്ട് ചെസ്സ് കളിക്കുന്ന വീട്ടുകാർ പറയുന്നത്. അപ്പന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ചെസ്സിൽ. അപ്പോൾ ഇവൾ അങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇവള് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവള് പലപ്പോഴും കളിക്കാൻ പോകുമ്പോൾ അവളുടെ അപ്പോണൻസ് എന്ന് പറയുന്നത് ഇവളെക്കാളും റാങ്കിങ് കൂടുതലുള്ള ആൾക്കാരായിരിക്കും, പ്രൊഫഷണൽ പഠിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവൾക്ക് ഈ ഒരു ഓപ്പണിംഗ് പോലും ശരിക്കും അറിയത്തില്ല, പലപ്പോഴും തെറ്റിപ്പോകും. പക്ഷെ ഇവള് ജയിക്കും. അപ്പോൾ ആരെ ജയിപ്പിച്ചെന്ന് നോക്കുമ്പോൾ പറയാം, എൻ്റെ ഈശോയാണ് ജയിപ്പിച്ചത്. ഇവളുടെ കയ്യിൽ എപ്പോഴും ഒരു ടവലുണ്ട്. ഈ ടവലിൻ്റെ ഉള്ളിൽ അവളൊരു കുഞ്ഞു ഉണ്ണീശോനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. ഇവൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ ഇവളുടെ കയ്യിൽ ഇതുണ്ടാവും. ഉണ്ണീശോനെ ജയിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ കളിക്കുന്നത്. ഉണ്ണീശോനെ ജയിപ്പിക്കും. കുഞ്ഞുനാൾ തൊട്ട് തന്നെ വചനം കാണാപ്പാടം പഠിക്കുന്ന ഒരു പെണ്ണാണ്. അവളുടെ അമ്മ പറയും, 2.5 വയസ്സുള്ളപ്പോഴാണ് അവൾ 91 സങ്കീർത്തനം കാണാപ്പാടം ചൊല്ലും. പല വചനങ്ങളും പല വലിയ പ്രാർത്ഥനകളൊക്കെ ഒരു കാണാപ്പാടം ചൊല്ലും. പ്രാർത്ഥന പെട്ടെന്ന് ഇങ്ങനെ ബൈഹാർട്ടുകളുടെ കഴിവുണ്ടായിരുന്നു. ഇവൾക്ക് സങ്കടമൊക്കെ വരുമ്പോൾ ഇവളുടെ വീട്ടിലെ മതിലിൽ ഇവള് വചനം എഴുതി വയ്ക്കും. ഇവളുടെ സങ്കടം അവൾ എഴുതി വെക്കുന്ന വചനം ഇങ്ങനെ എഴുതി വയ്ക്കും. ഇവിടെ ചിലപ്പോൾ ചെസ് ബോർഡിന് പുറകെ എഴുതി വയ്ക്കും. അങ്ങനെ വചനം കൊണ്ട് പൊരുതി ജയിച്ചൊരു പെണ്ണെന്ന് പറയാം. അമ്മയുടെ ഭാഷയിൽ പറയാം. അമ്മ പറയും, ഇവള് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഇവളോട് പറയും, നീ ദാവീദാണ്, നിന്റെ മുന്നിൽ വലിയ കോലിയാത്തവനായിരിക്കും, പക്ഷെ നീ ദാവീദാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കും, ദൈവം നിന്നെ ജയിപ്പിക്കും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്, ട്വിങ്കിൾ. മക്കൾ, ഇന്നത്തെ ഗോസ്പൽ ഈശോ എന്താ പറയണമെന്നറിയാമോ? നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ, അധ്വാനിക്കുന്നതിന് ഭാരം വഹിക്കുന്നതിന് എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഐ വിൽ ഗിവ് യു കംഫർട്ട്. നമ്മളുടെ അധ്യയന വർഷം തുടങ്ങിയില്ലേ?
നന്നായിട്ടൊക്കെ പഠിക്കണം, ഈ പ്രാവശ്യം നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടെയൊക്കെ നമ്മൾ തുടങ്ങുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ബോറടിച്ച് തുടങ്ങും. അയ്യോ എനിക്ക് പറ്റുന്നില്ല, ഈ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ടഫാണ്, ഇതിൻ്റെ തലയിൽ കയറുന്നില്ല, എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കൂലേ. മക്കളെ, നിങ്ങൾ ഈശോയുടെ കൂട്ടുപിടിക്കുക, നിങ്ങൾ ഉണ്ണീശോയുടെ കൂട്ടുപിടിക്കുക. എന്നീന്ന് പഠിക്കുന്ന ഈശോ പറയുന്ന നമ്മൾ ഈശോ ഒന്ന് പഠിച്ചു തുടങ്ങണം. നമ്മുടെ പ്രയോറിറ്റി ആരായിരിക്കണം എന്ന് പറയുമ്പോൾ ജീസസ് ഷുഡ് ബി അവർ പ്രയോറിറ്റി. അങ്ങനെ നിങ്ങൾ ഈശോ ഒന്ന് തുടങ്ങിയ ഈശോയുടെ സഹായം ചോദിച്ച് ഡെഫിനറ്റ്ലി ഐ പ്രോമിസ് യു ഈസി ആയിട്ട് ഏതൊരു സബ്ജക്റ്റും നിങ്ങൾക്ക് വഴങ്ങില്ല എന്ന് കരുതുന്ന ഏതൊരു സബ്ജക്റ്റും നിങ്ങളുടെ തലയിൽ കയറും. കാരണം അറിവ് തരുന്ന ദൈവമാണ്. അതുകൊണ്ട് മക്കളെ, ദൈവത്തെ മുറുകെ പിടിക്കുക, ഈശോനെ മുറുകെ പിടിക്കുക. നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ജിയന, മറിയം, ജോസഫില്ലേ, ട്വിങ്കിൾ, ഇവരൊക്കെ എല്ലാ ദിവസവും ഈശോനെ സ്വീകരിക്കുന്നവരാണ്. ഈ കുർബാന ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ലെന്ന് വിചാരിക്കുന്ന ആൾ, ഈ ചങ്ക് ബ്രോയായിട്ട് ഈശോനെ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. മക്കളെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട് അത് ഈശോ ആയിരിക്കട്ടെ. അവൻ എല്ലാ അറിവും നിങ്ങൾക്ക് തരും. ഐ പ്രോമിസ് യു, എല്ലാ അറിവും എല്ലാ നിറവും അവൻ നിങ്ങൾക്ക് തരും. എല്ലാവർക്കും ഹാപ്പി സേക്രഡ് ഹാർട്ട് ഫീസ്റ്റ് ഡേ.